എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുഗുപ്തൻ, ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോ നമ്പർ 4ലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രി, അതായത് 1 മണിക്ക് ആ സമയത്തായിരുന്നു അപ്ലോഡ് ചെയ്തത്. സോ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? സിംഗിൾ പ്രിൻസ്, പുവർ ഹൈ, പുവർ ലോ, എക്സസ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തിയാണ് ഉണ്ടായത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ചാണ്. അതുകൂടാതെ ചിലർ അതിലേക്ക് നമ്മുടെ അത് ഏതൊക്കെയാണോ സിംഗിൾ പ്രിന്റ് ഉള്ള ദിവസങ്ങളെന്ന് ചോദിച്ച് അത് ക്യാൻഡിൽ സ്റ്റിക്കിൽ ഒന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ദിവസത്തെ ഈ ഫെയിൽഡ് ഓപ്ഷൻ, എക്സസ്, പുവർ ഹൈ, പുവർ ലോ, അത് കൂടാതെ നമ്മുടെ വരുന്ന ഏതാണ് സിംഗിൾ പ്രിൻസ്, ഈ 4 കൂടെ എക്സാമ്പിളും കൂടെ ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ ദിവസത്തിൽ കാണിച്ചു തരാം. അത് നിങ്ങൾ ആ ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുന്നുണ്ട്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ നിങ്ങൾക്ക് ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഇപ്പൊ ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഫെയിൽഡ് ഓപ്ഷൻ ഡെവലപ്പ് ചെയ്തത് റേ ബാരോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. സോ ഞാൻ പറഞ്ഞായിരുന്നു, പീറ്റർ ഷെല്ലിമർ ആയിരുന്നു മാർക്കറ്റ് പ്രൊഫൈൽ കണ്ടുപിടിച്ചത്, ഡാൾട്ടൺ ആയിരുന്നു അതിനെ പോപ്പുലറൈസ് ചെയ്തത്. അതിനകത്ത് വരുന്ന ഒരു കാര്യം, അത് വ്യക്തമായ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആയിരുന്നു. ഈ മാർക്കറ്റ് പ്രൊഫൈലിനെ വളരെയധികം രീതിയിൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ട്രേഡർ ആയിരുന്നു റേ ബാരോസ്. അദ്ദേഹമായിരുന്നു ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് കണ്ടുപിടിച്ചത്. ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ പറയുന്നത് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. ഒരു ദിവസത്തെ നമ്മൾ പ്രൊഫൈൽ എന്ന് പറയും. ക്യാൻഡിൽ സ്റ്റിക്കിലാണ് ക്യാൻഡിൽസ് എന്ന് പറയും. ഒരു ക്യാൻഡിലും ഇവിടെ പ്രൊഫൈലും. ട്രേഡ് ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് ഓപ്ഷൻ. സോ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഫെയിലിയർ ആകുന്നതിനെ കുറിച്ച് പറയുന്ന ട്രേഡിനെ പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഈ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പറഞ്ഞുതരാം. The failed auction occurs when initial balance high or low taken out, but the market fails to sustain the breakout. അതായത് ഇനിഷ്യൽ ബാലൻസിന്റെ ഹൈയോ ലോയോ പൊട്ടിയോ മുകളിലോട്ട് പോയോ താഴോട്ട് പോവുകയും പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഇനിഷ്യൽ ബാലൻസിന്റെ ആ ഏരിയയിലേക്ക് വരികയും ചെയ്യുന്നു. ഈ ഒരു സെറ്റപ്പ് ആണ് ഫെയിൽഡ് ഓപ്ഷന്റെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ്, ഇറ്റ്സ് എ സക്സസ്ഫുൾ ട്രേഡിംഗ് പാറ്റേൺ ആണ്. ഫെയിൽഡ് ഓപ്ഷന് 2 തരം ടാർഗറ്റ് വരും. ഫെയിൽഡ് ഓപ്ഷന്റെ ടാർഗറ്റും വരും. ഇപ്പൊ സപ്പോസ് ആ ഫെയിൽഡ് ഓപ്ഷൻ വന്നു, ആ ടാർഗറ്റ് കിട്ടാതെ തിരിച്ച് ഫെയിൽഡ് ഓപ്ഷൻ നടന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് നെഗേറ്റഡ് ടാർഗറ്റ് കിട്ടും. സോ ഫെയിൽഡ് ഓപ്ഷൻ ഈസ് എ 100% സക്സസ്ഫുൾ ട്രേഡ് സെറ്റപ്പ്. ഇത് സംഭവിക്കുന്നത് വളരെയധികം കുറച്ച് മാത്രം സംഭവിക്കുള്ളൂ. 10 ദിവസം എടുക്കുന്നതിന് 1 ദിവസം കിട്ടിയാലായി. സോ ഇതിന്റെ ഒക്കറൻസ് പറഞ്ഞാൽ വെരി ലോ ആണ്. അതുകൊണ്ട് മാത്രമേ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫെയിൽഡ് ഓപ്ഷൻ മാത്രം പ്രതീക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് സക്സസ് റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് ട്രേഡ് സെറ്റപ്പ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു വ്യക്തമായ രീതിയിൽ ഞാൻ പ്രൈസ് ഈസ് സെയ്ഡ് മോർ ദാൻ 30 minutes ഔട്ട്സൈഡ് എ ബി ആൻഡ് പുൾ ബാക്ക് ഹാപ്പൻ ഫോളോഡ് ദ പ്രൈസ് ഓപ്ഷൻ ടുവേർഡ്സ് അതർ സൈഡ്. അതായത് ഒരു സാധനം മുകളിലോട്ട് പൊട്ടി അരമണിക്കൂർ നിൽക്കാതെ തിരിച്ച് താഴോട്ട് വരികയും ഓപ്പോസിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് എഫ് എ. ഇതിന്റെ യൂഷ്വലി ഈ എഫ് എയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തിൽ തിരിച്ചു വരും. വന്നിട്ടില്ലെങ്കിൽ സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. സോ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നത് ഇനീഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ബാലൻസ് ആദ്യത്തെ 1 മണിക്കൂറാണ്. സോ ഞാനൊരു വ്യക്തമായി പറയാം, 100 രൂപയാണ് ഇനീഷ്യൽ ബാലൻസിന്റെ ലോയും 110 രൂപയാണ് ഇനീഷ്യൽ ബാലൻസിന്റെ ഹൈ. സോ ക്ലിയർ ആയല്ലോ. ആദ്യത്തെ 1 മണിക്കൂർ 110 ഹൈ വന്നു, 100 ലോയും വന്നു. അപ്പം ഫസ്റ്റ് ഐ ബി അവിടെ ഫോം ആയി കഴിഞ്ഞു. അതായത് 1 മണിക്കൂർ ശേഷമേ ഈ എഫ് എ സംഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഐ ബി ഫോം ആവണത് ആ 10:15-നകത്താണ് ഐ ബി ഫോം ആവണത്. 9:15 തൊട്ട് 10:15. സോ ഐ ബി ഫോം ആയി 10:15 ശേഷം മാർക്കറ്റ് കയറി. മാർക്കറ്റ് 110, 100 റേഞ്ച് 1 മണിക്കൂർ വന്നു. അടുത്ത ഒരു അരമണിക്കൂർ മാർക്കറ്റ് വളരെയധികം മൊമെന്റ് തരാൻ നിൽക്കുകയും പെട്ടെന്ന് മാർക്കറ്റ് ഒരു 12 മണിയായപ്പോൾ 112 പോയി. എങ്ങനെ? 12 മണിയായപ്പോൾ 112 പോയി. സോ അതെന്ത് ചെയ്തു? മുകളിലോട്ട് ഫെയിൽ ഓപ്ഷൻ നടന്നു. 12:10, 12:15, 12:20 വരെ അതെന്ത് ചെയ്തു? 110, 112 ട്രേഡ് ചെയ്യുകയും ഓപ്ഷൻ ചെയ്യുകയും
12:25 തിരിച്ച് നേരെ 106 വരികയും ചെയ്തു. സോ എന്ത് സംഭവിച്ചു? ഓപ്ഷൻ IB എച്ചിന് മുകളിൽ, അതായത് IB-യുടെ മുകളിൽ 30 മിനിറ്റിക്കുള്ളിൽ ട്രേഡ് ചെയ്തോ? 12 മണിക്ക് ബ്രേക്ക്ഔട്ട് വന്നു, 12:25 തിരിച്ച് റിവേഴ്സ് ചെയ്ത് വന്നു. സോ എത്ര മിനിറ്റ് അവൻ ട്രേഡ് ചെയ്തുള്ളൂ അതിന്റെ മുകളില്? 25 മിനിറ്റ്. തിരിച്ച് ലോയിൽ നോക്കാം, അതായത് 100 പൊട്ടി 98 വന്നു, 12 മണിക്ക് 98 വന്നു, 12:20 നേരെ തിരിച്ച് വീണ്ടും 105 വന്നു. സോ അരമണിക്കൂർ പോലും തേച്ച് അവ എന്ത് ചെയ്തു? ഓപ്ഷൻ താഴോട്ട് ട്രേഡ് തന്നില്ല. അതായത് നമ്മൾ ബ്രേക്ക്ഔട്ടും ബ്രേക്ക് ഡൗണും നടന്നു, ഫെയിലിയർ ആയി പോയി. ഫെയിലിയർ ആവാനുള്ള ഒരു കണ്ടീഷനിൽ എന്ത് പറ്റി? 30 മിനിറ്റിക്കുള്ളിൽ അവൻ ട്രേഡ് ചെയ്തില്ല ആ സ്ഥലത്ത്. അപ്പം 31 മിനിറ്റ് ആണെങ്കിൽ അത് FA അല്ല. 30 മിനിറ്റിനകത്ത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് 100 110 റേഞ്ചിനകത്ത് വന്നു, IB-ക്ക് അകത്ത് വന്നു. സോ എന്നതിന് ശേഷം അവ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. സോ 112 പോയ ഓപ്ഷൻ 12:20 മിനിറ്റിനകത്ത് തിരിച്ച് കയറി 105 100 110 റേഞ്ചിനകത്ത് വരികയും 12:45 12:30 ആയപ്പോ 1 മണിക്ക് ശേഷം എന്ത് പറ്റി? അവ ഇറങ്ങി 98 ക്രോസ് ചെയ്യുകയും ചെയ്തു. വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 98 ക്രോസ് ചെയ്തു. സോ ഇതിനെയാണ് പറയുന്നത് ഫെയിൽ ഓപ്ഷൻ അഥവാ ഫെയിൽഡ് ഓപ്ഷൻ അഥവാ ഫെയിലർ ട്രേഡ്, ഫെയിലിയർ ട്രേഡ്സ്, ഫെയിലിയർ ഓപ്ഷൻ, ഫെയിൽഡ് ഓപ്ഷൻ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ ഒരു സിമ്പിൾ ചെയ്ത ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, സോ നിങ്ങളിപ്പോ ഇതൊരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടാണ്, നിങ്ങൾ ഈ കാണുന്നുണ്ട്, ഈ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ട് കാണുന്നല്ലോ. സോ ഞാൻ അതിനൊന്ന് വലുതാക്കാൻ പോയിരുന്നു, നല്ല വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചാർട്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അതായത് 13:03 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹൈ വന്നു. എത്രയാണ് ഹൈ വന്നത്? എ പീരീഡ് കണ്ട, 47,661 എയുടെ ഹൈ. അവൻ ബ്രേക്ക് ചെയ്ത് 3 ടിക്ക്, അതായത് 3 ടിക്കിനകത്ത് 47,683 വരികയും തിരിച്ച് അതേ സമയം തന്നെ തിരിച്ച് ഇറങ്ങി. ഞാൻ നിങ്ങൾക്ക് അതിനൊന്ന് ഓപ്ഷനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ എയിൽ പോയി സിയിൽ കയറി ഒറ്റയടിച്ച് സി ഇറങ്ങി, സി ഏകദേശം ഇവിടെ വരെ ക്രോസ് ചെയ്യുകയും പിന്നെ ഡി താഴോട്ട് വന്നെന്ന് കണ്ട. ഡി പീരീഡിൽ അവ എന്ത് ചെയ്തു? ഒരു ഓപ്പോസിറ്റ് സൈഡിൽ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു? മുകളിലോട്ട് മാർക്കറ്റ് കയറാൻ നോക്കി, നടന്നില്ല. അവ എന്ത് ചെയ്തു? വിത്തിൻ സം 5 to 10 മിനിറ്റ്സിനകത്ത് അവൻ തിരിച്ച് റിവേഴ്സ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതിനെ പറഞ്ഞ പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഇവിടെ സംഭവിച്ചത് ഫെയിൽഡ് ഓപ്ഷൻ മുകളിലായതുകൊണ്ട് FA അറ്റ് ഹൈ എന്നും പറയും. ഇപ്പൊ ഈ സി പീരീഡ് താഴെ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ വരെയാണെങ്കിൽ എന്ത് പറ്റിയനെ? ഈ ഭാഗത്ത് വരെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേ? ഫെയിൽഡ് ഓപ്ഷൻ അറ്റ് ലോ എന്നും പറയും. സോ നിങ്ങൾ ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചൊരു ടിക്കിയാണ്, ട്രിക്കി ആയിട്ട് തോന്നും. പക്ഷെ നമ്മളെ മനസ്സിൽ നമ്മൾ ഓർത്തോണം, ഒരു 5 കണ്ടീഷൻ ഓർത്തുകൊള്ളുക. IB ഫോം ചെയ്യുക 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറിന് ശേഷം മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക് ഡൗണോ ബ്രേക്ക് ഔട്ടോ സംഭവിക്കുക. ഈ 30 മിനിറ്റിനകത്ത് അവൻ തിരിച്ച് എന്ത് ചെയ്യുക? ആ IB-യുടെ അകത്ത് വരിക. ഒരു കണ്ടീഷൻ പൂർത്തിയായി. അടുത്ത പിന്നെ എപ്പോഴെങ്കിലും വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി ക്ലോസ് ചെയ്യുക. മുകളിൽ സംഭവിച്ച ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ താഴോട്ട് വന്ന് ക്ലോസ് ചെയ്യുക. അതായത് 100-ന് 112 സംഭവിച്ചതാണെങ്കിൽ 100-ന് താഴെ ക്ലോസ് ചെയ്യുക. 100-ആണ് IB ലോ. ഇപ്പം 98-ന് വന്നു, അവ എന്ത് ചെയ്യും? IBH-ന്റെ മുകളിൽ ക്ലോസ് ചെയ്യുക. അതായത് 100-ന് മുകളിൽ 110-ന് മുകളിൽ ക്ലോസ് ചെയ്യുക. സോ ഇങ്ങനെ സംഭവിക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഇതിന്റെ ടാർഗറ്റ് എത്രയാണ്? 80 ആണ്. അതായത് ഇപ്പൊ സി ആണ്, ഇവിടെ നമുക്ക് മുകളിലാണ് ഓപ്ഷൻ സംഭവിച്ചതുകൊണ്ട് 47,684 മൈനസ് 80 ടാർഗറ്റ്. 80 എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ, അല്ലെങ്കിൽ ചിലത് 11 ദിവസം എടുക്കും. ഞാൻ 7 ദിവസത്തെ ആവറേജ് ട്രൂ റേഞ്ച് അത് 80 എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൽ കിട്ടുകയൊക്കെ ചെയ്യും, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ആവറേജ് ട്രൂ റേഞ്ച് ആണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ 510
അടുത്ത് 520 580 പോയിന്റ് ആണ്. സോ അന്നത്തെ FA പോയിന്റ് എന്ന് പറഞ്ഞാൽ 47,116 ആ റേഞ്ച് ആയിരുന്നു നിഫ്റ്റി അന്ന്. ബാങ്ക് നിഫ്റ്റി അന്ന് വൈകിട്ട് ഏകദേശം KP 2 മണിക്ക് അതായത് 1:45 2:45 ഇടയ്ക്ക് ആ ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്തു. സോ എപ്പോഴും ഓർത്തോളുക, ഓപ്ഷൻ ഈ ഇതെന്ന് വെച്ചാൽ അത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ATR ഇവിടെ മുകളിൽ സംഭവിച്ചുകൊണ്ട് FA പോയിന്റ് 47, അതായത് നമ്മൾ 112 സംഭവിച്ചുകൊണ്ട് 112 - 20 ATR 20 ആണെങ്കിൽ 20. ഇപ്പൊ FA ഏറ്റവും ലോ ആണെങ്കിൽ 98 സംഭവിക്കുകയാണെങ്കിൽ 98 + 20 ആണ് ATR ടാർഗറ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പം 112 ടാർഗറ്റ്. അപ്പൊ ഇങ്ങനെ FA താഴെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ATR ടാർഗറ്റ് ആഡ് ചെയ്യുകയും FA മുകളിൽ സംഭവിക്കുകയാണെങ്കിൽ ATR ടാർഗറ്റ് മൈനസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. ഇത് അഞ്ചാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ T+5 ഇത് റിവേഴ്സ് ഈ FA പോയിന്റ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ട്രേഡിംഗ് ഡേയുടെ കൂടെ 5 ദിവസം കഴിയുമ്പം, അപ്പൊ ഇന്ന് നടന്നതാണെങ്കിൽ തിങ്കളാഴ്ച നടക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച 3+5, അതായത് വെള്ളിയാഴ്ച പ്ലസ്, അതായത് മൺഡേ, അതായത് തിങ്കളാഴ്ചക്കകത്ത് ഈ ടാർഗറ്റ് തിരിച്ച് ഈ FA പോയിന്റ് ഇപ്പൊ 47,684 എന്ന് പറഞ്ഞ ഈ പോയിന്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളെ മാർച്ച് 13 ഈ ഓപ്ഷൻ നടന്നത്. എന്താണ് മാർച്ച് 13 ശേഷം മാർച്ച് 14 വന്നു, മാർച്ച് 15 2 ദിവസം വന്നു. എന്ത് പറ്റി? ആ ടാർഗറ്റ് തിരിച്ചു വന്നിട്ടില്ല. സോ ഇനി നോക്കേണ്ടത് നമ്മൾ 2 ദിവസം കഴിഞ്ഞു, T+2 ആയി. ഇപ്പം നീ ട്രേഡ് ഡേ +2 days, T+2 അപ്പൊ 2 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇനി നോക്കേണ്ടത് ഇനി ആകപ്പെടെ 3 ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ. ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ഈ 3 ദിവസത്തിനകത്ത് ഈ 47,684 ടെസ്റ്റ് ചെയ്യുമെങ്കിൽ അത് വാലിഡ് ആയി പോയാൽ ഇൻവാലിഡ് ആയി മാറും. ഇൻ കേസ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ 47,684 എന്ന് പറഞ്ഞത് പ്യുവർ സപ്ലൈ ആണ്. സെല്ലിംഗ് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ എന്നൊക്കെ നമ്മൾ പറയും, സപ്ലൈ സോൺ ആണ്. സോ യൂഷ്വലി റേ ബാരസ് കണ്ടുപിടിച്ചത് വെച്ചാൽ അയാൾ നോക്കിയ സമയത്ത് അതേ പഴയ ഓപ്ഷൻസ് എല്ലാം നോക്കിയ സമയത്ത് T+5 ഡേയ്സ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നടന്ന സ്ഥലം വീണ്ടും റീടെസ്റ്റ് ചെയ്യും. അതൊരു പ്രോസസ്സാണ്. സോ അദ്ദേഹം എന്ത് ചെയ്തു? അതും ഒരു ട്രേഡ് സെറ്റപ്പിൽ അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയെ അദ്ദേഹം എന്ത് പറഞ്ഞു? സപ്പോർട്ട് അല്ലെങ്കിൽ ബിഗർ ഏരിയ എന്ന് പറഞ്ഞു. സോ ഇവിടെ ഞാൻ പറഞ്ഞു FA സംഭവിച്ചത് മുകളിലാണ്, അരമണിക്കൂറിന് താഴെ റിവേഴ്സ് ചെയ്തു, തിരിച്ച് എന്ത് ചെയ്തു? വിത്തിൻ 1 hour തന്നെ അത് IB ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. സോ ഒരു ഓപ്ഷൻ മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക് ചെയ്യാനോ ബ്രേക്ക് പോകുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് പാർട്ടി മാർക്കറ്റിൽ വരികയും അവരെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് തിരിച്ച് മുകളിലോട്ട് പോവുകയും ചെയ്യും. സോ ഇവിടെ താഴെ വരെ ഈ ലെവലിൽ ഇപ്പൊ ഇവിടെ താഴോട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് മുകളിലോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഇവിടെ നടന്നു എന്ന് പറയാം, ഫെയിൽഡ് ഓപ്ഷൻ ഇവിടെ നടന്നു പറയാം. ഇവിടെ എന്ത് സംഭവിച്ചു? C പീരീഡിൽ മുകളിലോട്ട് പോയി തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത്. സോ ഫെയിൽഡ് ഓപ്ഷൻ മുകളിൽ സംഭവിച്ചു. സോ ഒരു പ്രൊഫൈലിന്റെ മുകളിൽ ഫെയിൽ ഓപ്ഷൻ സംഭവിക്കുന്നതിനെ നമ്മൾ സെല്ലറിന്റെ സ്ട്രോങ് എന്നും പറയും. ഒരു പ്രൊഫൈൽ, അതായത് ഇനിഷ്യൽ ബാലൻസിന്റെ മുകളിലാണെങ്കിൽ അതിനെ സെല്ലർ സ്ട്രോങ് എന്നും പറയും. ഇനിഷ്യൽ ബാലൻസിന്റെ ലോയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബയർ അപ്രോച്ച് ആയെന്നും ഡിമാൻഡ് ക്രിയേറ്റ് ആയെന്നും പറയും. സോ ഈ ഫെയിൽഡ് ഓപ്ഷൻ ഒരു ട്രിക്കി ആയ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് ഒരു 10 പ്രാവശ്യം കയറുക. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 1 മണിക്കൂറിന്റെ ആദ്യത്തെ 1 മണിക്കൂർ IB, അതിന് മുകളിലോ താഴെയോ ഒരു ട്രേഡ് ഫെയിലിയർ ആവുന്നു, ആ സമയം നടക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഫെയിലിയർ ആവാൻ 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന്, ടോട്ടൽ ടൈം ആ IB ലോയ്ക്കോ IB ഹൈക്കോ മുകളിൽ 30 മിനിറ്റിനുള്ളിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. 30 മിനിറ്റിനകത്ത് അവ എന്ത് സംഭവിക്കണം? തിരിച്ച് IBയുടെ റേഞ്ചിനകത്ത് വരണം. പിന്നെ എന്ത് ചെയ്യണം? എവിടെയാണ് ഓപ്ഷൻ സംഭവിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലോയിൽ ക്ലോസ് ചെയ്യുകയും വേണം. ഇതിനെ പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. സോ ഇവിടെ C പീരീഡിന് മുകളിൽ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചതുകൊണ്ട് വ്യക്തമായി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചു, മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്ത് അന്ന ദിവസം? 47,000, ശ്രദ്ധിച്ചു നോക്ക്, 47,011 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ ഡേ, എക്സ്പയറി ഡേ. സോ ഓപ്ഷൻ മുകളിൽ സംഭവിക്കുകയും ഓപ്പോസിറ്റ് സൈഡിൽ അവൻ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതിനാണ് പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ബാങ്ക് നിഫ്റ്റി നടന്നു, മുകളിലാണ് നടന്നത്, സെല്ലറാണ് സ്ട്രോങ്, 47,684. ഇതൊരു ലൈവ് എക്സാമ്പിൾ വെച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ നിങ്ങൾ ഓർത്തോളുക. പിന്നെ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് നടന്ന ദിവസം +5, T+5 ഈ ഫെയിൽഡ് ഓപ്ഷൻ നടന്ന ഏരിയ തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് റിവേഴ്സ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു പ്രോമിനന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആയിട്ട് മാറും. അതായത് നമ്മൾ ഇവിടെ പറയും ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് മാറും, അല്ലെങ്കിൽ സെല്ലർ ഏരിയ അല്ലെങ്കിൽ ബയർ ഏരിയ ആയിട്ട് മാറും. ഇതൊരു
മെത്തേഡാണ്. ഇത് കണ്ടുപിടിച്ചത് റേ ബാരോസ് എന്ന് പറഞ്ഞതാണ്. ഇത് വളരെ റെയർലി ഒക്കറൻസ് മെത്തേഡാണ്. ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കിട്ടിയാലേ ആയുള്ളൂ, ചിലപ്പോൾ കിട്ടാതെ ഇരിക്കാം. സോ അത് റെയർലി ഒക്കറൻസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ 47,684 ഇവിടെ സംഭവിച്ചു, ശ്രദ്ധിച്ചല്ലോ. ഈ ഫെയിലോ അന്ന് വൈകിട്ട് തിരിച്ച് ഫെയിൽ ഓപ്ഷൻ സംഭവിക്കുക, ടാർഗറ്റ് 47,110 അന്ന് നമ്മൾ ഈ 380 400 വന്നതിന് ശേഷം പിറ്റേ ദിവസം മാർക്കറ്റ് ഒറ്റടി എന്തോ ന്യൂസ് കാരണം ഗ്യാപ്പ് അപ്പ് ചെയ്തു, ഈ സിക്ക് മുകളിൽ ക്ലോസ് ആയെന്ന് വെച്ചോ. സോ ഈ T+1 തന്നെ ആ ഫെയിൽ ഓപ്ഷൻ നടന്ന ഏരിയ ടാർഗറ്റ് കിട്ടാതെ നെഗറ്റ് ചെയ്തു, ടാർഗറ്റ് വരാതെ നെഗറ്റ് ചെയ്തു. എങ്ങനെ? ഫെയിൽഡ് ഓപ്ഷന്റെ ടാർഗറ്റ് ഇവിടെ സംഭവിച്ചു, 47,684 സംഭവിച്ചു. 47,110 ടാർഗറ്റ് എങ്കിൽ 47,360 ക്രോസ് ചെയ്ത മാർക്കറ്റ് പിറ്റേ ദിവസം ന്യൂസ് കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സംഭവിക്കുകയും ഈ സാധനത്തിന് മുകളിൽ, ഈ സിക്ക് മുകളിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. സോ കണ്ടീഷൻ അവിടെ എന്താണ്? ടാർഗറ്റ് വന്നില്ല, ഫെയിൽഡ് ഓപ്ഷന്റെ FA മൈനസ് ATR ടാർഗറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഫെയിൽഡ് ഓപ്ഷൻസ് ആയ നെഗേറ്റ് ചെയ്ത ടാർഗറ്റും വരും. ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതിന്റെ ഓപ്ഷൻ ഒരു സാധനം ഫെയിലിയർ ആവുന്നതിന് അർത്ഥം, ആ ഫെയിലിയർ ഓപ്ഷൻ തന്നെ ഫെയിലിയർ ആവും. അത് ഫെയിലിയർ ആവുന്ന അർത്ഥം ടാർഗറ്റ് കിട്ടിയില്ല. ഒരു സാധനം ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റ് കിട്ടാത്ത എന്തിനേയും ഫെയിൽ എന്ന് പറയും. നമുക്ക് ബെനിഫിറ്റ് കിട്ടാത്ത എല്ലാം ഫെയിൽഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പ്രോഫിറ്റ് കിട്ടാത്ത എല്ലാ ലോസിൽ പോകുന്നു എന്ന് പറയാൻ പോലെ ഫെയിൽഡ് ആയി നടക്കുന്ന സാധനത്തിനും ഫെയിൽ കിടക്കാം. അങ്ങനെ നടക്കുമ്പോൾ അതിന്റെ ATR ടാർഗറ്റ് മുകളിലോട്ട് ആഡ് ചെയ്യണം. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമ്മളത് പ്രാക്ടിക്കലായി നമ്മൾ പഠിക്കുന്നു. ഇതിനെക്കുറിച്ച് ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ വരുന്നതിനെ കുറിച്ച് പഠിക്കും. കുറച്ച് ബേസിക്സ് കഴിഞ്ഞ് നമ്മൾ അഡ്വാൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ അഡ്വാൻസിൽ നമ്മൾ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഈ ട്രേഡ് എങ്ങനെ എടുക്കണം, എന്ത് സെറ്റപ്പ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ മാർക്കറ്റ് പ്രൊഫൈൽ റൂംസിൽ നമുക്ക് നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൂടാ. ഫെയിൽഡ് ഓപ്ഷൻ. ഇപ്പൊ ചിലർ ചോദിച്ചു എന്തുവാണ് സിംഗിൾ പ്രിന്റ് ഒന്ന് കാണാൻ പറ്റുമോ ക്യാൻഡിൽ സ്റ്റിക്കിലെന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് സിംഗിൾ പ്രിന്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് സിംഗിൾ പ്രിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ പ്രൊഫൈൽ കണ്ടായിരുന്നോ? ഞാൻ വെച്ച്, അതായത് 11/3 സിംഗിൾ പ്രിന്റ് ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഒരു പ്രൊഫൈലിനകത്ത് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നു, ഇവിടെ നടന്നു. ഇതിനകത്ത് ഒരു എന്ന് പറഞ്ഞ ലെറ്റർ 1 2 3 4, ഈയുടെ അപ്പുറത്ത് F ഇല്ല G ഇല്ല. സോ എന്ന് പറഞ്ഞ ലെറ്ററിനകത്ത് 4 ലെറ്റർ നടന്നത് കൊണ്ടാണ് ഇതൊരു സിംഗിൾ പ്രിന്റ് എന്ന് പറയും. ശ്രദ്ധിച്ചാൽ സിംഗിൾ പ്രിന്റ്, സിംഗിൾ ആയി നടന്ന ലെറ്റർ, വേറെ എന്താണ് സിംഗിൾ പ്രിന്റ്. ഈ എക്സസ് എന്ന് ഞാൻ പറഞ്ഞാൽ 1 2 ടിക്ക് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പ്രൊഫൈലിന്റെ മുകളിൽ ഇപ്പൊ ശ്രദ്ധിച്ചാൽ ഇതൊരു എക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 ടിക്ക് നടന്നു, എന്നാലും നമ്മൾ ഇതിനെ എക്സസ് എന്ന് പറയാം. ഒരു പ്രൊഫൈൽ അത് എൻഡ് ഓഫ് ആൻ ഓപ്ഷൻ, എക്സസ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ആൻ ഓപ്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞതിൽ പുവർ ഹൈ പുവർ ലോ, അത് ഞാൻ വളരെ റെയർലി ഒക്കറൻസ് ആണ്. അത് നിഫ്റ്റിയിലെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയില് ഈ 12-ാം തീയതി, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വേണ്ടേ ഈ 12/3 മാർച്ച് 12-നകത്ത് ബിയും സിയും ഒരേ ടൈപ്പിൽ വന്നു. ബി ഈസിക്കൽ ടു സി, അത് നമ്മൾ പറയും ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ടോപ്പ്. സോ ബി ഈസിക്കൽ ടു സി വന്നു. ഇതൊരു പുവർ ഹൈ നടന്ന ഏരിയ ആണ്. സോ താഴെ വരാണെങ്കിൽ പുവർ ലോ. സോ ഇത്രയും ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ ഒന്ന് നിങ്ങൾ ആ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ എടുത്ത് നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് കണ്ടോ? സിംഗിൾ പ്രിന്റ് ഈ പ്രൊഫൈലില് 6-ാം തീയതിയുള്ള മാർച്ചിൽ J 22/4/67 തൊട്ട് 22/5/1 സമയം വരെ എന്ത് പറ്റി? സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ആ സിംഗിൾ പ്രിന്റ് കിട്ടിയത് പിറ്റേ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റ് വന്ന് ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നു. കണ്ട T+2 ഇത് ഒന്ന് രണ്ടാമത്തെ ദിവസം വന്ന് തിരിച്ച് വീണ്ടും ആ ഭാഗത്ത് പ്രൊഫൈൽ ഫില്ലാക്കി. സോ ഇതൊക്കെ ഇതെല്ലാം ട്രേഡ് സെറ്റപ്പ് ആണ്. ഇതൊരു എക്സാമ്പിൾ പലതും ചോദിച്ച സ്ഥിതിക്ക് അതും ഞാൻ കാണിച്ചു തരികയാണ് ചെയ്തത്. ആ ദിവസത്തെ ഓപ്ഷൻ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ വീണ്ടും കേൾക്കുക. ഇതൊരു ട്രിക്കി സബ്ജക്റ്റ് ആണ്. നിങ്ങൾ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റത്തെ വീഡിയോയുടെ എൻഡിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ടാവും. നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഞായറാഴ്ച നേരുന്നു. ഞങ്ങളെ വീഡിയോ കാണാത്തവർ വീണ്ടും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനെ ദയവായി ഇതൊന്ന് വീഡിയോസ് ഷെയർ ചെയ്താൽ ഞങ്ങളെ ചാനലിന് കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടുകയും ഈ ആൾക്കാർക്ക് ഇത് പഠിക്കാൻ ഫ്രീ ആയിട്ട്, അതായത് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. സോ ഒരിക്കൽ കൂടി ഈ ഫെയിൽഡ് ഓപ്ഷൻ വീഡിയോ നിങ്ങൾ വീണ്ടും കാണുക. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ പല പ്രാവശ്യം കണ്ടാൽ മാത്രമേ ഡൗട്ട് വരുള്ളൂ. ആ ഡൗട്ട് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം? ലൈവ് മാർക്കറ്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്.
സോ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. ക്രിട്ടിക്കൽ ടെക്കിന്റെ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സോ ടേക്ക് കെയർ ആൻഡ് ഒരു നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് നേരുന്നു.